എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്നത്തെ പോലെയും ഇന്നും ഞാനൊരു പഴയകാല നാടൻ ചാളമീൻ കറിയുടെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. മത്സ്യങ്ങളിലെ ഏറ്റവും വില കുറവുള്ള മീനാണെങ്കിലും രുചിയുടെ കാര്യത്തില് ഒന്നാമനാണ്. അതും മുളകിട്ട മീൻകറിയിലേക്ക് മാങ്ങ കൂടി ചേർത്ത് കറി തയ്യാറാക്കിയെടുത്താലോ ഒരു രക്ഷയുമില്ലാട്ടോ ഈ ഒരു കറിയുടെ സ്വാദിന്. നമ്മുടെ ചാനലില് പലതരത്തിലുള്ള മീൻകറി റെസിപ്പികളൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോ വീഡിയോ രൂപത്തിൽ കാണിച്ചു തന്നിട്ടുണ്ട്. അതിൽ എന്റെ കൂട്ടുകാരെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല അഭിപ്രായങ്ങളൊക്കെ എനിക്ക് കിട്ടുന്നുമുണ്ട്. നിങ്ങളുടെ നല്ല അഭിപ്രായങ്ങളാണ് വീണ്ടും വീണ്ടും ആ ഒരു പഴയകാല രുചിയൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് ഓടിയെത്തുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ മീൻകറിയും വളരെ എളുപ്പമാണ് തയ്യാറാക്കി എടുക്കാനായിട്ട്. ഇപ്പോൾ എണ്ണയുടെയൊക്കെ ഉപയോഗം വളരെ കുറച്ചെടുക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു വീഡിയോ ഒരുപോലെ തന്നെ ഇഷ്ടപ്പെടും. അപ്പോൾ നോക്കാം എങ്ങനെയാണ് വളരെ രുചികരമായിട്ട് മാങ്ങയിട്ട മുളകിട്ട ചാളമീൻ കറി തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമ്മുടെ വീഡിയോയിൽ കൂടെ നമുക്ക് കണ്ടു നോക്കാം. ഇന്നും നമ്മളൊരു പഴയകാല രുചിയിൽ തന്നെയാണ് ചാളക്കറി തയ്യാറാക്കി എടുക്കാൻ പോകുന്നത്. ആദ്യമേ നമുക്കിതിലേക്ക് ആവശ്യമായ മുളകൊന്ന് തിളപ്പിച്ചെടുക്കണം. ഞാനിവിടെ 20 മുളകാണ് എടുത്തിട്ടുള്ളത്. മുളക് വെന്ത് വരാനായിട്ട് 1 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇനി മുളകൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. നിങ്ങളുടെ കൈവശം മുഴുവൻ മുളകില്ലെങ്കിൽ കറിക്ക് ആവശ്യമായ മുളക് പൊടിയിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നമ്മുടെ മൂടി വെച്ച മുളക് ഇവിടെ ഇതുപോലെ ഒന്ന് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. മുളക് എല്ലാ ഭാഗവും ഒരുപോലെ വെന്ത് വരാനായിട്ട് ഈ ഒരു രീതിയിൽ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഞാനിവിടെ കാശ്മീരി മുളക് ഒരു 3 എണ്ണവും ബാക്കി 17 എരിവുള്ള മുളകുമാണ് എടുത്തിട്ടുള്ളത്. നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ചു കഴിഞ്ഞാൽ ഒന്നുകൂടെ മൂടി വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മുളക് വേവിക്കാൻ വെച്ചിട്ട് 1 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി മൂടി തുറന്നതിന് ശേഷം കറിക്ക് ആവശ്യമായ മഞ്ഞൾപ്പൊടി ഈ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മളിന്ന് ഒരു പ്രത്യേക രീതിയിലാണ് ഈ ഒരു ചാളക്കറി തയ്യാറാക്കി എടുക്കാൻ പോകുന്നത്. ഇനി തിളക്കുന്ന മുളകിലും മഞ്ഞളിലേക്കായിട്ട് 1 സ്പൂൺ അളവില് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ വീണ്ടും നല്ലവണ്ണം തന്നെ ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. അതിനുശേഷം ഒന്നുകൂടെ മൂടി വെച്ച് തന്നെ വേവിക്കണം. മുളക് വെന്ത് വരുന്ന സമയം കൊണ്ട് കറിക്ക് ആവശ്യമായ കൊച്ചുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും എടുത്തു വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഒരു 20 കൊച്ചുള്ളിയും 2 പച്ചമുളകും 1 കഷ്ണം ഇഞ്ചിയും കുറച്ച് കറിവേപ്പിലയുമാണ് എടുത്തു വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാം. ഉള്ളിയൊക്കെ കട്ട് ചെയ്ത് വന്നപ്പോഴേക്കും നമ്മുടെ മുളകൊക്കെ വെന്ത് വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് തണുത്ത് വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. മുളക് തണുത്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് കറി തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ടൊരു മൺചട്ടിയാണ് അടുപ്പിലേക്ക് വെച്ചിട്ടുള്ളത്. ചട്ടി ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ അളവില് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് 1 നുള്ളു ഉലുവ കൂടെ ചേർക്കാം. ഉലുവ ഇപ്പൊ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചേരുവകൾ ചേർക്കാം. ഇനി ചെറിയ തീയിൽ വെച്ച് കൊടുത്ത് തന്നെ നമുക്കിത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. കൊച്ചുള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് മുരിഞ്ഞു കിട്ടണം. അതുവരെയാണ് നമുക്ക് വഴറ്റിയെടുക്കേണ്ടതും. അങ്ങനെ നമ്മുടെ വേവിച്ച് വെച്ചിട്ടുള്ള മുളക് ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം. അരച്ചെടുക്കുന്ന സമയത്ത് വെള്ളം പോരായ്മ ഉണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് വേണം അരച്ചെടുക്കാൻ. മുളക് അരച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വഴണ്ട് വന്നിരിക്കുന്ന കൊച്ചുള്ളിയിലേക്കാണ് ഈ ഒരു അരപ്പ് ചേർത്ത് കൊടുക്കേണ്ടതും. അരപ്പ് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നമുക്ക് ഈ അരപ്പിനെ ഒന്നും വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നും തന്നെയില്ല. ഈ ഒരു സമയത്ത് നല്ല കട്ടിയായിട്ടാണ് നമ്മുടെ അരപ്പിരിക്കുന്നത്. അതിനുശേഷം മിക്സിയുടെ ജാറ് കഴിയിട്ട് കറിക്ക് ആവശ്യമായ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി വെള്ളവും അരപ്പും കൂടി ചേർത്ത് നല്ലപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൂടെ കൊടുക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കൂടെ കാണാലോ നമ്മുടെ അരപ്പ് നല്ല കട്ടിയോട് കൂടി തന്നെയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. നമ്മളിതിലേക്ക് നാളികേരം ഒന്നും തന്നെ ചേർത്തിട്ടില്ല. എങ്കിലും വളരെ കട്ടിയായിട്ടാണ് നമ്മുടെ ഗ്രേവി നമുക്ക് കിട്ടിയിട്ടുള്ളതും. ഇനി നമുക്ക് ഈ ഗ്രേവി ഒന്ന് തിളച്ചു വരാനായിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം. 1 മിനിറ്റ് ഒക്കെ കൊണ്ട് തന്നെ നമ്മുടെ ഗ്രേവി നല്ല പോലെ തന്നെ തിളച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോഴും നമ്മുടെ ഗ്രേവി ഈ ഒരു രീതിയിൽ തന്നെയാണ് നമുക്കായി വന്നിട്ടുള്ളത്. ഇനി നമ്മുടെ കറി നല്ലവണ്ണം ഒന്ന് വെട്ടി തിളച്ചു വരണം. അതുവരെയാണ് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കേണ്ടത്. അങ്ങനെ നമ്മുടെ കറി നല്ല പോലെ തന്നെ വെട്ടി തിളച്ചുകൊണ്ടിരിക്കുവാണ്. ഈ ഒരു സമയത്ത് കറിക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കാം. ഉപ്പും ചേർത്ത് നല്ല പോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കറിയിലേക്ക് ആവശ്യമായ പുളി കൂടെ ചേർക്കണം. നമ്മളിന്ന് ഈ കറി തയ്യാറാക്കി എടുക്കാൻ പോകുന്നത് മൂവാണ്ടൻ മാങ്ങ ചേർത്തിട്ടാണ്. ഇതിനായിട്ട് 1 മാങ്ങയാണ് ഞാൻ തോലൊന്നും കളയാതെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങൾ എടുക്കുന്ന മാങ്ങയ്ക്ക് തോലിന് കയ്പുള്ളതാണെങ്കിൽ തോല് പ്രത്യേകമായിട്ട് നീക്കം ചെയ്യേണ്ടതുമാണ്. ഇനി മാങ്ങ കൂടി ചേർത്തിട്ട് വീണ്ടും കറി നല്ല പോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. നമ്മൾ ഇന്ന് കറി തയ്യാറാക്കി എടുക്കുന്നത് മൺചട്ടിയിലാണ്.
മൺചട്ടിയിൽ മാങ്ങ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുമ്പോൾ അടിയിൽ പിടിക്കാനൊക്കെ സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കണം എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ മാങ്ങ കഷ്ണങ്ങളും കൂടി ചേർത്ത് വീണ്ടും നല്ല പോലെ തന്നെ ഒന്ന് തിളച്ച് വരട്ടെ. 2 മിനിറ്റ് നേരം മൂടി വെച്ച് കഴിഞ്ഞാൽ വീണ്ടും മൂടി തുറന്ന് കറി നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കണം. അങ്ങനെ ഒരു 3 മിനിറ്റ് നേരം ചെറിയ തീയിൽ വെച്ച് വേവിച്ചെടുത്ത കറിയെ നമുക്കൊന്ന് മൂടി തുറന്ന് നോക്കാം. ഇപ്പോൾ നല്ല പോലെ തന്നെ വറ്റി കുറുകിയ പാകത്തിലേക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചാള ചേർക്കാം. ഞാനിവിടെ ഇന്ന് 20 ചാളയാണ് എടുത്തിട്ടുള്ളത്. ചാളയിൽ നല്ല മുട്ടയൊക്കെ ഉള്ളതാണ്. അങ്ങനെ മീനും ചേർത്ത് കഴിഞ്ഞാൽ വീണ്ടും നല്ല പോലെ തന്നെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. അതിനുശേഷം മീൻ മുഴുവനും ചാറിലേക്ക് ഒന്ന് മുക്കിയും കൂടെ വെച്ച് കൊടുക്കണം. വീണ്ടും നമുക്ക് ഒന്നുകൂടെ മൂടി വെച്ച് തന്നെ വേവിച്ചെടുക്കാം. കറി തിളയ്ക്കുന്നത് വരെയും ഫുൾ ഫ്ലെയിമിലായിരിക്കണം. തിളച്ചു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ചെറിയ തീയിലേക്ക് മാറ്റണം. അങ്ങനെ നമ്മുടെ കറി നല്ലതുപോലെ ഒന്ന് തിളച്ചു വന്നു. ഒന്നുകൂടെ അടിച്ചേർത്ത് ഇളക്കിയതിനു ശേഷം ഫ്ലെയിം സിമ്മിലേക്ക് മാറ്റുവാണ്. വീണ്ടും മൂടി വെച്ച് തന്നെ നമുക്ക് വേവിച്ചെടുക്കാം. നമ്മുടെ കറി ഇപ്പോൾ വേവിക്കാൻ വെച്ച് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും ഒന്നും കൂടെ മൂടി തുറന്ന് നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കറി ഇതേ ഒരു പാകത്തിലാണ് ആയി വന്നിട്ടുള്ളത്. ഇനി നമുക്ക് തവിയിട്ടിളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. ചട്ടി ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുത്താൽ മാത്രം മതിയാകും. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കൈകൊണ്ട് കുറച്ച് കറിവേപ്പില ഇതുപോലെ ഒന്ന് തിരുമ്മി ചേർത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കണം. പച്ച വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും മൂടി വെച്ച് കൊടുക്കാം. ഇനി നമ്മുടെ കറി ഒന്ന് ചൂടാറി വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. 5 മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ മൺചട്ടിയുടെ ചൂടൊക്കെ ഒന്ന് ആറി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ മൂടി തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ കറി ഇതേ ഒരു പാകത്തിലാണ് നമുക്കിവിടെ ആയി കിട്ടിയിട്ടുള്ളത്. തേങ്ങയൊന്നും അരക്കാതെ വളരെ രുചികരമായിട്ട് ഇതുപോലൊരു ചാള മീൻകറി നിങ്ങൾ എല്ലാവരും വീടുകളിൽ തയ്യാറാക്കി നോക്കണേ. ഈ ഒരു പാചകവും നമ്മുടെ അമ്മമാര് പഠിപ്പിച്ചു തന്നൊരു പാചക രീതിയാണ്. ഉണ്ടാക്കിയെടുക്കാനാണെങ്കിലും വളരെ എളുപ്പവുമാണ്. നമ്മൾ പലതരത്തിൽ മീൻകറികൾ തയ്യാറാക്കി എടുക്കാറുണ്ട്. എങ്കിലും ഇതുപോലൊരു മീൻകറി നിങ്ങൾ ഇതുവരെയും തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ കണ്ടതിന് ശേഷം തയ്യാറാക്കി നോക്കാൻ മറക്കല്ലേ. അതുപോലെ വീഡിയോ കണ്ട് നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പിയുടെ സ്വാദിഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ ഈ ഒരു അറിവ് നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ തരാനും മറക്കല്ലേ. അപ്പോൾ ഇനിയും ഇതുപോലുള്ള തന്നെ നാടൻ റെസിപ്പികളൊക്കെ ആയിട്ട് ഞാൻ നാളെ ഓടിയെത്തുന്നതാണ്. അതുവരെയും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാരോടും ഇനിയും കാണാനിരിക്കുന്ന എൻ്റെ പ്രിയ കൂട്ടുകാരോടും ഒത്തിരി നന്ദി സ്നേഹമൊക്കെ അറിയിച്ചുകൊണ്ട് നാളെ രാവിലെ ഓടിയെത്താം. അതുവരെയും സ്നേഹത്തിൻ്റെ ഭാഷയിൽ വീണ്ടും കാണാം.